വരാപ്പുഴ മാർക്കറ്റിൽ പോയപ്പം എനിക്ക് നല്ല പിടയ്ക്കണ നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരികയാണ്. നല്ല കുടംപുളിയും തേങ്ങാക്കൊത്തും അരപ്പും എല്ലാം വെളിച്ചെണ്ണയിൽ നല്ല മൊരിഞ്ഞ് വരുന്ന ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും കണ്ടു നോക്ക്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് ഞാൻ ആദ്യം തന്നെ ആ ചെമ്മീനെയൊക്കെ ക്ലീനാക്കി അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഒരു പേസ്റ്റ് ഉണ്ടാക്കി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് പരട്ടി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഈ ചെമ്മീൻ ഏകദേശം ഒരു 1.5 കിലോ ഷെല്ലോട് കൂടി ഉണ്ടായിരുന്നാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ അതിനകത്ത് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു അരമുറി തേങ്ങയുടെ കൊത്തുണ്ട്. നല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്ത് ഇതിനെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഇത് കുറച്ചൊരു വിസ്താരമുള്ള പാത്രത്തിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമുക്കെല്ലാം നന്നായിട്ട് വഴന്ന് ഈവനിൽ വഴന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്തത്. വാടി വന്നിട്ടുണ്ട് സവാള. അത് അധികം വഴന്ന് ബ്രൗൺ ആവണ്ട. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ ചെമ്മീൻ പരട്ടി വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് വേണം. മസാലയ്ക്ക് കുറച്ച് ഉപ്പ് വേണം. ഒരു ഡ്രൈ വേർഷൻ റോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 കഷ്ണം കുടംപുളി. എപ്പോഴും കുടംപുളി ചേർക്കുന്നത് നിങ്ങൾക്കറിയാം എന്തിനാണ്. നമുക്ക് വയറിന് ദഹിക്കാനായിട്ട് വളരെ ഉപകാരമാണ് കുടംപുളിയൊക്കെ നമ്മൾ ചെമ്മീന് ചേർത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ അരപ്പൊക്കെ ശരിക്ക് നമുക്ക് വഴന്ന് കിട്ടുള്ളൂ. പൊടിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് മിക്സായി കുടംപുളിയുടെ അതിനകത്ത് പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്ന് വഴന്ന് റെഡിയായിക്കോളും. ആ പൊടികളൊക്കെ വഴന്ന് റെഡിയാകും. നമുക്ക് എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ പരട്ടി വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ല വലിയ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ അരപ്പൊക്കെ പൊടികളൊക്കെ വഴന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അരപ്പ് വരട്ടി വെച്ച് ആ ചെമ്മീൻ വലിയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അരപ്പൊന്നും കളയണ്ട. നമ്മൾ പരട്ടി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പർ, മഞ്ഞൾപ്പൊടി നമുക്കിതിന് നന്നായിട്ട് യോജിപ്പിക്കാം. ചെമ്മീൻ കുട്ടികളെ എപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ. എത്ര മിനിറ്റ് വേണം? ഒരു 2 to 3 മിനിറ്റ്സ് മതി. അത് റബ്ബറിഷ് ആവും അല്ലെങ്കിൽ അതിൽ കൊണ്ടിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാനും. അപ്പോൾ നമുക്കിതിനെ നല്ല ഹൈ ഹീറ്റിൽ തന്നെ ഒരു 2-3 മിനിറ്റ്സ് മൂടി വെച്ച് വേവിക്കാം. ഞാനിങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കണ്ടോ ചെമ്മീനൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ചിക്കനിലൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ കുടംപുളിയുടെ ഇതൊക്കെ നന്നായിട്ട് ചെമ്മീനിൽ പിടിച്ചോളും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് 2 മിനിറ്റ്സും കൂടെ ഇതിനെ ഒന്ന് ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ 2 സൈഡും ആയിക്കോളും. ഒരു ലൈറ്റ് ഓറഞ്ച് കളറായി വരും ചെമ്മീൻ കുക്കാവുമ്പോൾ. നമുക്ക് 2 മിനിറ്റ്സും കൂടെ ഇങ്ങനെ മൂടി വെച്ച് വേണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സും കൂടെ കഴിഞ്ഞു. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇപ്പം വെന്തിട്ടുണ്ടാവും. ടോട്ടൽ ഒരു 3 to 4 മിനിറ്റ്സ് ആയത്. കുറച്ചുകൂടെ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാനൊരു 4 മിനിറ്റ്സും കൂടെ എടുത്തു. അരപ്പൊക്കെ അതിനകത്ത് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ട് ഇനി കുറച്ച് ഒരു മിനിറ്റും കൂടെ നമുക്ക് തുറന്നിട്ടിട്ട്, ഇത്ര നേരം നമ്മൾ അടച്ചു വെച്ചാണല്ലോ കുക്ക് ചെയ്തത്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് തുറന്നിട്ടിട്ട് നമുക്കൊരു 1 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡിയായി. ഞാനൊരു പ്ലേറ്റിലോട്ട് ആ കൊഴുത്ത ഗ്രേവിയോട് കൂടിയ അരപ്പൊക്കെ പരണ്ടിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ സെർവ് ചെയ്യാണ്. ഇത് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലതാണ്. ഒരു കാച്ചിയമോരും ഇതും ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ലഞ്ചായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകും. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തേക്കണം. പിന്നെ ലൈക്കും ഷെയറും എല്ലാം തന്നേക്കണേ.